മനോഹരമായിരുന്നു. പെട്ടെന്ന് തീർന്നുപോയി. ഒരുപാട് അനുഭവങ്ങളൊക്കെ പങ്കിട്ട് ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. വളരെ നന്നായിരുന്നു. താങ്ക് യു. അടിപൊളിയായിരുന്നു. ഒരു കുറച്ച് സമയം 6 മിനിറ്റ് കൊണ്ട് ഒരു വലിയ കഥ പറഞ്ഞു. അത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. വളരെ നന്നായിരുന്നു. നല്ല കവിതയ്ക്ക് ശരിക്കും ഭാവങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഉണ്ടായി. നന്നായിരുന്നു. അത് രാധാകൃഷ്ണൻ പറഞ്ഞ അഭിപ്രായമാണ് ഇത് കേട്ടോ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ ഇതൊന്ന് അവതരിപ്പിച്ച് കിട്ടി. അത് ഭയങ്കരമായിരിക്കും കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇതിൽ അഭിനയിച്ചവരെ, ഇതിൽ സഹകരിച്ചവരെ എല്ലാവരോടും എൻ്റെ നന്ദി, പ്രത്യേക നന്ദി പറയുന്നു. പ്രണയിനി ഒരു കയ്യകലത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന നിമിഷങ്ങൾ. കരൾപാതി പങ്കിട്ട സംഗീത വിഷ്വൽ ആൽബത്തിന്റെ പ്രകാശന കർമ്മം ചിറയൻകീഴ് നോബിൾ സ്കൂളിൽ മിനി തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ നടന്നു. ഡോക്ടർ വി സുനിൽരാജ് രചന നിർവഹിച്ച ആൽബം സംഗീതവും സംവിധാനവും നിർവഹിച്ചത് പാർത്ഥസാരഥിയാണ്. രാജേന്ദ്രൻ ആലൂക്കോ, കീർത്തി, ലിസി വി, ഷൈൻരാജ് എന്നിവരാണ് അഭിനേതാക്കൾ. ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ നിർമ്മിച്ച ആൽബം മനോരമ മ്യൂസിക്കാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഒരു ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഇറക്കാനൊരു സഹായം എൻ്റെ അടുക്ക വന്നപ്പോൾ എനിക്ക് ഈ രണ്ടുപേരെ വലിയ വിശ്വാസമാണ്. ഇനിയിപ്പോൾ ലിസി ഇതിനകത്തുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. മൂന്നാമത് ഇനിയിപ്പം പരിചയപ്പെട്ടാൽ ഇതിൻ്റെ കവിത എഴുതിയ ആ കവിയും ഒക്കെ എനിക്ക് വളരെ പരിചയമായിരിക്കും. ഏതായാലും ഞാൻ ഇതിനകത്തൊരു എന്നെ നിങ്ങൾ വേണമെങ്കിൽ ഒരു രക്ഷകർത്താവെന്നോ വല്ലോ അങ്ങനെയൊക്കെ കണ്ടാൽ മതി. ഒരു പ്രൊഡ്യൂസറിന് നിങ്ങൾ കാണരുത്. കാരണം ഇതെൻ്റെ ഫീൽഡല്ല. പിന്നെ പാർത്ഥസാരഥിയെ ഞാൻ എത്രയോ വർഷമായിട്ട് എനിക്ക് പാർത്ഥസാരഥിയെ അത്ര വിശ്വാസമാണ്, എനിക്ക് സ്നേഹമാണ്. ഞാൻ ആ കലാകാരൻ്റെ എല്ലാ കഴിവും അങ്ങ് അറിഞ്ഞ കൂട്ടത്തില്ല. പിന്നെ ഈ രണ്ടുപേരും ഞങ്ങൾ ലയൻസിലെങ്കിൽ വർഷങ്ങളായി ഇങ്ങനെ ഈ വലിയ വലിയ അഭിനേതാക്കളൊക്കെയാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ ഇനി അത് നമ്മൾ കണ്ട് സൂക്ഷിച്ച് ഒക്കെ കൈകാര്യം ചെയ്തോളാം. ശരിക്കും ഒരു കവിത ഇപ്പോൾ ഇക്കാലത്ത് നഷ്ടപ്പെട്ടു പോകുന്ന പ്രണയം. പണ്ടും പ്രണയമുണ്ടായിരുന്നു, ഇപ്പോഴും പ്രണയമുണ്ട്. പക്ഷേ ആത്മാക്കൾ തമ്മിലുള്ള, മനസ്സുകൾ തമ്മിലുള്ള പ്രണയമാണ് ആ കവിതയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നഷ്ടപ്പെടരുതല്ലോ, പ്രണയം നഷ്ടപ്പെടരുത്. ഇനി എത്ര കാലം നമ്മൾ ജീവിച്ചിരുന്നാലും, എത്ര കാലം മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്തതാണ് പ്രണയം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഈ വരികളിൽ ഉദ്ദേശിച്ചത്. ഇത് നമ്മൾ ഈ സോങ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായി. പിന്നെ സുനിൽ സാർ എഴുതിയിട്ട് എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇത് പലപ്പോഴും നമ്മുടെ രാജേന്ദ്ര സാർ ഇത് കേൾക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മളിതിനു മുമ്പ് 1-2 ആൽബം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്കിങ്ങനെ വിഷ്വൽ ചെയ്തുകൂടെയെന്ന്. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ കാരണമായത്. ഞാൻ തന്നെ പാടി, നമ്മൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയാണ് മ്യൂസിക് ഞാൻ തന്നെ, സ്റ്റുഡിയോ നമ്മളത് തന്നെ. പിന്നെ ജയൻദാസ് എൻ്റെ സുഹൃത്താണ്. നമുക്ക് അദ്ദേഹം സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. നമുക്ക് വേണ്ടി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് ക്യാമറ ഇത് തന്നത്. പിന്നെ ഇതിൽ സീരിയലിലുള്ള ഒരു നായികയാണ് രാജേന്ദ്ര സാറിൻ്റെ കൂടെ അഭിനയിച്ചത്. അവരും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇതിനു മുമ്പ് സത്യഭാമ എന്ന് പറയുന്നൊരു ആൽബത്തിൽ അഭിനയിച്ചതുകൊണ്ട് ആ പരിചയത്തിൻ്റെ പുറത്ത് കുറച്ച് ഇതൊക്കെ ചെയ്തു തന്നു. നമ്മളെ നാട്ടിലുള്ള കുറേ കലാകാർ ഇതിലുണ്ട്. പിന്നെ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ച എല്ലാ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം വളരെ നന്ദിയുണ്ട്. നമ്മുടെ കരൾപാതി പങ്കിട്ട് എന്ന ഈ കലാസൃഷ്ടി മനോരമ മ്യൂസിക് ചാനലിൽ വന്ന് ജനങ്ങൾ ഏറ്റെടുത്തുന്ന അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നല്ല വ്യൂവേഴ്സാണ്. ഇപ്പോഴും നല്ല രീതിയിൽ ഓരോ ദിവസവും വ്യൂവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. എല്ലാവർക്കും നന്ദി. എനിക്ക് വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ മാസം രാവിലെ 1-ാം തീയതി ശാർക്കരേശിയുടെ മുമ്പിലേക്കുമാണ് ആലൂക്കാടിൻ്റെ അടുത്ത് ചോദിക്കുക, അണ്ണാ വർക്ക് എന്താ അണ്ണ പറഞ്ഞ് ഉടനെ തുടങ്ങും. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എന്നെ വിളിക്കുന്നു, ഷൈൻ ഒന്ന് ഓഫീസ് വരൂ എന്ന് പറഞ്ഞു. അവിടെ ചെല്ലുന്ന പാർത്ഥസാരഥി സാർ ഇരിക്കുന്നു. ഇദ്ദേഹത്തിന് നമുക്ക് നല്ലൊരു സീൻ കൊടുക്കാമല്ലോ. ഓക്കെ സാറ് പറഞ്ഞു, നല്ല രണ്ട് സീനുണ്ട് നല്ല. ഓക്കെ, എന്തായാലും ലൊക്കേഷനിൽ പോയി അഭിനയിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇന്നത് പൂർത്തിയായി. കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷം. ചിലപ്പോൾ കാണുന്നവരെന്നെ ഇവനാണോ അതൊന്ന് ചോദിക്കും. എന്തായാലും നല്ലൊരു ക്യാരക്ടർ 2 റോൾ ചെയ്യാൻ പറ്റി, വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ നോബിൾ അക്കാദമിക് തിയേറ്ററിൽ നിന്ന് നമ്മുടെ ഉദ്ഘാടന പ്രദർശനമാണ് നടന്നത്. കരൾപാതി പങ്കിട്ട എല്ലാവർക്കും നല്ല അഭിപ്രായം എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ തിയേറ്റർ ഇന്ന് ഫുള്ളായിരുന്നു. എല്ലാവരും മുക്തകണ്ഠമായി നല്ല ഒരു ഫിലിം കണ്ട ഒരു ഫീലുണ്ടായെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന പ്രോത്സാഹനവും.
കരൾപാതി പങ്കിട്ട പ്രണയകാലം എന്ന് പറയുന്ന മ്യൂസിക്കൽ ആൽബം മനോരമയിലൂടെ റിലീസായിട്ടുണ്ട്, മനോരമ മ്യൂസിക്കിലൂടെ. അപ്പോൾ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് പാർത്ഥസാരഥി കരുണാകരൻ. അദ്ദേഹം നിരവധി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മ്യൂസിക്കൽ ആൽബംസ്, ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ അവസാനത്തെയാണ്. കണ്ട ആൾക്കാർ ആ സ്റ്റോറി കൺവേ ആയിട്ടുണ്ടെന്നും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ വർക്ക് ചെയ്തതിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ ആശയം കൺവേ ആവുക എന്നുള്ളതാണ് ഏറ്റവും വെല്ലുവിളി എന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ പരിമിതമായൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു സാധനമാണ്. അപ്പോൾ അത് ഇപ്പോൾ തിയേറ്റർ പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതിൻ്റെ സ്റ്റോറി കൺവേ ആയി എന്നുള്ളത് എല്ലാവരുടെ അഭിപ്രായത്തിൽ നിന്ന് ബോധ്യപ്പെട്ടു. അടുത്ത ആ ഒരു അഭിപ്രായവും അവരുടെ ഈ പ്രേക്ഷകരുടെ പ്രതികരണവുമാണ് നമ്മുടെ അടുത്ത ഒരു വെഞ്ചറിലേക്കുള്ള ഊർജം. അതിനെല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ലതായിരുന്നു. എല്ലാവരുടെയും അഭിപ്രായം നമ്മൾ നോക്കി നല്ലതായിട്ടായിരുന്നു. കുട്ടികളായാലും മുതിർന്നവരായാലും നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ പാർത്ഥസാരഥി സാറ് അത് നേരത്തെ അറിയാവുന്നതാണ്. സാറ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. 6 മണിക്കൂറത്തെ ഒരു പ്രോഗ്രാം 6 മിനിറ്റ് കൊണ്ട് അടിപൊളിയാക്കി കളഞ്ഞു. എന്തായിരുന്നാലും വെരി 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 ഗുഡ്. വളരെ എന്താ പറയുക, ഒരു ഫിലിം കണ്ടു. ഒരു 6 മിനിറ്റ് എന്ന് ഇവർ പറയുന്നെങ്കിൽ 6 മിനിറ്റ് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും മനോഹരമായിട്ടാണ് അതിൻ്റെ വരികളാവട്ടെ, അഭിനേതാക്കളാവട്ടെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒരു നമ്മളെ മോഹൻലാലിൻ്റെ ഒരു ഫിലിം കണ്ടിറങ്ങിയ ലാസ്റ്റ് ആ ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. ഒരു ഫിലിം കണ്ടിറങ്ങുന്ന ഒരു പാട്ടൊന്നും തോന്നുന്നില്ല. അത്രയ്ക്ക് മനോഹരം, അടിപൊളി.